ഇങ്ങനെ ഒരു പിക്കിൾ കണ്ടാൽ കുറച്ച് ചോറും കൂട്ടി കഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പോട്ടെ, ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാങ്ങ, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. ഇതെല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ജൂലിയൻ്റ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. എല്ലാ സാധനങ്ങളും, പച്ചമുളകും, ഇഞ്ചിയും, വെളുത്തുള്ളിയും, ക്യാരറ്റും, മാങ്ങ എല്ലാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ കുറച്ച് നമ്മൾ ജിഞ്ചർലി ഓയിൽ എടുത്തിട്ടുണ്ട്, അതായത് നല്ലെണ്ണ. അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുകാണ്, അതൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഫെനുഗ്രീക്ക് സീഡ്സ് എന്ന് പറയും, അതായത് ഉലുവ, അതൊരു 1 ടീസ്പൂൺ. ഓക്കെ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. കായം 1 ടീസ്പൂൺ. കായം നിങ്ങൾക്ക് ഉണക്കി കട്ടിക്കായമാണെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഷുഗർ, പിന്നെ വേണ്ടത് നമുക്ക് ഇതാണ് വിനീഗർ. അതും ഒരു 2-3 ടീസ്പൂൺ, ഡിപ്പെൻസ്. കാരണം നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് കരിയാപ്പില. എൻ്റെ കരിയാപ്പില ഒത്തിരി ഫ്രഷ് അല്ല കേട്ടോ, ഫ്രിഡ്ജിലിരുന്നതാണ്. ഇതിനകത്ത് എനിക്കൊരു അബദ്ധം പറ്റിയ ഒരു ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. അത് ആദ്യം ഉണ്ടാക്കുന്ന എണ്ണയും ഒക്കെ ഒഴിച്ച് ബാക്കി കടുക്, ഉലുവ അതൊക്കെ ഇടുന്ന സാധനങ്ങളെല്ലാം ഇടുന്നത് ഒക്കെ മിസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ഇത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടുന്ന പോർഷൻ മിസ്സായിട്ടുണ്ട്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഫെനുഗ്രീക്ക് സീഡ്സ്, ഉലുവ ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജിഞ്ചർ, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കായപ്പൊടിയാണ് ഇടുന്നത്. ഓക്കെ, ഞാനിട്ടത് കായപ്പൊടിയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരറ്റ് ഇതിനകത്തിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ക്യാരറ്റ് ഒന്ന് വേണം. ക്യാരറ്റ് ഇച്ചിരി കട്ടി കൂടുതലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വേകണം. വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഞാനൊരു ശകലം, ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം, ഞാൻ ഇതിൻ്റെ സൈഡിൽ തന്നെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി മാങ്ങയൊക്കെ ഇടുന്നത്. നമ്മൾ സാധാരണ പച്ചമാങ്ങ അച്ചാറിടാറുണ്ട്, അതുപോലെ ക്യാരറ്റ് അച്ചാർ നമ്മൾ ഉപ്പിട്ട് കേട്ടോ. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. അതുപോലെ ക്യാരറ്റ് അച്ചാറും തന്നെ ഇടാറുണ്ട്. എന്നാൽ ഇത് രണ്ടും ഒന്നിച്ച് ചേർത്തൊരു അച്ചാർ ആണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ലൊരു കോംബോയാണ്. ബിരിയാണിക്കും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ലതാണ്. ചുമ്മാ വാരി തിന്നാൻ നല്ലതാണ്. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. എനിക്ക് സന്തോഷം, ഏത് രാജ്യത്തുനിന്ന് ഏത് സ്ഥലത്തുനിന്ന് കാണുന്നതെന്ന് ഒന്ന് അറിയിക്കണം കേട്ടോ. ഇനി നമ്മളിടുന്നത് മാങ്ങയാണ്. എല്ലാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പുളി കൂടുതലുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ പിന്നെ വിനാഗിരിയുടെ അളവ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ക്യാരറ്റ് ഒരുവിധം ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. പച്ചമാങ്ങ ഇട്ടിട്ട് അധികം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചമാങ്ങയും ക്യാരറ്റും കൂടെ ചേർത്ത് ഒരു പാത്രത്തിലൊന്ന് ഇച്ചിരി ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതേപ്പോൾ ഇതിൽ നിന്ന് മാങ്ങയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറി വരും. ഇപ്പം നമ്മൾ അന്നേരം ഉപ്പ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ അതിനകത്ത് ഒഴിച്ചത് ഇച്ചിരി ഒന്ന് നല്ല തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. അപ്പോൾ അതൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ നേരത്തെ ഉപ്പിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ഉപ്പ് പിടിച്ചോളും. കാരണം നമ്മൾ അച്ചാർ അന്നേരം കഴിക്കുമല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കഴിക്കുന്നില്ലെങ്കിൽ പിറ്റേന്നോ അത് കഴിഞ്ഞിട്ടൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പം ഉപ്പ് പിടിച്ചോളും.
ഇനി ഡിപ്പെൻസ് ഓൺ യുവർ നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾ വിനാഗിരി ചേർക്കുക. വിനാഗിരി എൻ്റെ മാങ്ങയ്ക്ക് ഇച്ചിരി പുളി കുറവായിരുന്നു, ഞാൻ 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. സംഭവം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ കോളേജിലൊക്കെ കൊടുത്തേക്കാൻ ടിഫിൻ ബോക്സിനകത്ത് സൈഡിൽ വെക്കാൻ കളർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം കൂടിയായി. നല്ലൊരു കളർഫുൾ പിക്കിളാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റ് എവിടെയും ഭയങ്കര കളർഫുള്ളായിട്ട് കളിക്കുന്ന ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മാംഗോ പിക്കിൾ, പച്ചമാങ്ങ പിക്കിളെല്ലാം റെഡിയായി. ഞാൻ ഇതിനകത്തൊരു ശകലം ഷുഗർ ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പിൻ്റെയും പുളിയുടെയും മുളകിൻ്റെയൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുളക് ഇച്ചിരി കൂടുതലാണ് എടുത്തേക്കുന്നത്. കാരണം ഞങ്ങളുടെ മോൾക്ക് മുളക് എല്ലാം സ്പൈസിയാണ് അവൾക്കിഷ്ടം. ഞങ്ങൾക്കത്ര ഇഷ്ടമല്ലെങ്കിലും അവൾക്ക് സ്പൈസി ഫുഡൊക്കെയാണ് ഇഷ്ടം. അവൾക്ക് കളർഫുൾ ഫുഡാണ് വേണ്ടത്. എപ്പോഴും ഗ്രീൻ ചില്ലി ചേർക്കുന്നത് വലിയ ഇഷ്ടമല്ല. അവൾക്ക് എപ്പോഴും റെഡ് കളർ ചില്ലി പൗഡർ വേണം. ഫുഡ് നല്ല കളർഫുള്ളായിരിക്കണം. ഉപ്പൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമല്ലോ. ഉപ്പ് ഇച്ചിരി മുമ്പോട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് പിക്കിളിന്. കാരണം മാങ്ങയിൽ നിന്ന് പുളി ഇറങ്ങി വരുമല്ലോ. നിങ്ങളിങ്ങനെ തന്നെയാണോ ഇടുന്നതെന്നൊന്ന് അറിയിക്കണേ. എൻ്റെ കൂട്ടുകാർ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം കേട്ടോ. പിന്നീട് വരുന്ന അപ്ഡേഷനും അടിപൊളി വെറൈറ്റി റെസിപ്പീസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അടുത്തൊരു അടിപൊളി റെസിപ്പി